നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ പരാതിക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുന്നു. ഇതിന് പിന്നാലെ രാഹുലിൻ്റെ സുഹൃത്ത് ഫെനി നൈനാൻ, ആ മൂന്നാമത്തെ പരാതിക്കാരിയെ തനിക്കറിയാം, ഈ പീഡനം നടന്നു എന്ന് പറയുന്ന വർഷം അത് കഴിഞ്ഞിട്ട് പിന്നീടും അവർ രാഹുലിനൊപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സമീപിച്ചിരുന്നു എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ ഫെനി നൈനാൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില ചാറ്റുകളൊക്കെ ഫെനി നൈനാൻ പുറത്തുവിട്ടു. മാത്രമല്ല, അതിജീവിതയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ ഫെനി നൈനാനെതിരെ കഴിഞ്ഞ ദിവസം കേസെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഫെനി നൈനാൻ പുറത്തുവിട്ട ചാറ്റുകൾ അത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ അതായത് യൂത്ത് കോൺഗ്രസ് ബ്രിഗേഡ് എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന കുറിപ്പ് ഇപ്രകാരമാണ്. ഫെനി നൈനാൻ പുറത്തുവിട്ട ചാറ്റുകൾ: കണ്ട ദിവസം തന്നെ ക്രൂരമായി പീഡിപ്പിച്ച ആക്രമിച്ച പ്രതിയോട് 2025 അതിജീവിതയുടെ സ്നേഹം. ഈ നാടകത്തിന് തിരക്കഥ എഴുതിയ ഏത് AKG സെന്ററിലെ തോപ്പുകാരനാണെങ്കിലും പണി തന്നിരിക്കും. അതിജീവിതനൊപ്പം രാഹുലിനൊപ്പം എന്ന് പറഞ്ഞാണ് യൂത്ത് കോൺഗ്രസ് ബ്രിഗേഡ് എന്ന ഫേസ്ബുക്ക് പേജിൽ ഇത്തരത്തിലൊരു പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് രാഹുലിനൊപ്പം നിൽക്കുന്നു, അതിജീവിതനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഇതൊരു നാടകമാണ്, അല്ലെങ്കിൽ ഈ നാടകത്തിന് തിരക്കഥ എഴുതിയത് പിന്നിൽ ആൾക്കാരുണ്ട് എന്നടക്കമുള്ള ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് യൂത്ത് കോൺഗ്രസ് ബ്രിഗേഡ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കുന്നത്. ഫെനി നൈനാൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നതോടെ ഇത്തരത്തിലുള്ള ചില വിലയിരുത്തലുകളിലേക്ക് നയിക്കപ്പെടുന്നുണ്ട്. അതിനെല്ലാം മറുപടിയുമായി പരാതിക്കാരിയും രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് തൻ്റെ വാലും തൻ്റെ ചാറ്റുകൾ, അല്ലെങ്കിൽ സംഭവത്തിൻ്റെ സത്യാവസ്ഥ എന്തെന്നറിയാതെ വാലും തലയും ഇല്ലാത്ത കുറേ ചാറ്റുകൾ പുറത്തു വിട്ടിട്ട് തനിക്കെതിരെ ആക്രമണം നടത്തുന്നു എന്ന്, തലയും വാലുമില്ലാത്ത ചാറ്റുകൾ പുറത്തുവിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് ഫെനി നൈനാൻ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അതിജീവിത പറയുകയുണ്ടായി. 2 മാസം മുൻപ് രാഹുലിനെ കാണാൻ പരാതിക്കാരി പലവട്ടം തന്നോട് അവസരം ചോദിച്ചതായി സമൂഹ മാധ്യമത്തിൽ ഫെനി നൈനാൻ പോസ്റ്റ് ചെയ്ത സ്ക്രീൻഷോട്ടുകളിൽ പറഞ്ഞിരുന്നു. പാലക്കാട് MLA ഓഫീസിൽ കാണാമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ടെന്ന് യുവതി ആവശ്യപ്പെട്ടതായും സ്ക്രീൻഷോട്ടുകളിലുണ്ടായിരുന്നു. ഇതിനോടാണ് മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി പ്രതികരിച്ചത്. രാഹുലിനെ ഒറ്റയ്ക്ക് കാണാനല്ല അവസരം ചോദിച്ചതെന്ന് അതിജീവിത പറഞ്ഞു. ശാരീരിക ബന്ധത്തിനുമല്ല സമയം ചോദിച്ചത്, വിശദമായി സംസാരിക്കാനാണ് സമയം ചോദിച്ചത്. രാഹുലിനെതിരെ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ സത്യാവസ്ഥ അറിയാനാണ് നേരിൽ കാണാൻ ഫെനിയോട് സമയം ചോദിച്ചത്. തൻ്റെ ഒപ്പം ഒരു സുഹൃത്തുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അവരുടെ ഒപ്പവും ആളുകൾ ഉണ്ടാകുമെന്ന് ഫെനി പറഞ്ഞു. ചർച്ചയിലൂടെ പ്രശ്ന പരിഹാരത്തിനാണ് ശ്രമിച്ചത്. താൻ പാലക്കാട് പോയത് രാഹുൽ പറഞ്ഞിട്ടാണ്. പലതവണ വിളിച്ചിട്ടും രാഹുൽ ഫോൺ എടുത്തില്ല. കൂടെയുള്ളവരാണ് ഫോൺ എടുത്തത്. പാലക്കാട് എത്തിയപ്പോൾ പല സ്ഥലങ്ങളിൽ കാത്തു നിൽക്കാൻ പറഞ്ഞെങ്കിലും രാഹുൽ എത്തിയില്ല. വട്ടം കറക്കുകയാണെന്ന് മനസ്സിലായപ്പോഴാണ് എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചത്. ചാറ്റിന്റെ ചില ഭാഗങ്ങൾ മാത്രം ഫെനി പുറത്തുവിട്ടത് അപമാനിക്കാനാണ്. ഇതുകൊണ്ടൊന്നും പേടിക്കില്ലെന്നും ആദ്യം തന്നെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ പല പെൺകുട്ടികൾ രക്ഷപ്പെട്ടേനെയെന്നും അതിജീവിത പറയുന്നു. അതിജീവിത അന്വേഷണ സംഘത്തിന് നൽകിയ പരാതിയിൽ ഫെനിയുടെ പേരുമുണ്ടായിരുന്നു. ചൂരൽമല മുണ്ടക്കൈ ഫണ്ട് സമാഹരണത്തിനുള്ള ലക്കി ഡ്രോയിലേക്ക് ഫെനിയുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയെന്നും ഫെനിയുമായുള്ള സംഭാഷണങ്ങളിൽ പലതവണ ഇയാൾ രാഹുലിനെ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ടെന്നും പരാതിയിലുണ്ട്. പീഡനമുണ്ടായതിനു ശേഷവും രാഹുൽ സന്ദേശങ്ങൾ അയക്കാറുണ്ട് എന്നും നാട്ടിലെത്തിയ ശേഷം പലതവണ നേരിൽ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചതായും യുവതി നൽകിയ പരാതിയിൽ പറയും. യുവതിയെ അറിയാമെന്നും രാഹുൽ അവരെ പീഡിപ്പിച്ചെന്ന വിവരം അതിശയമായി തോന്നിയെന്നും ഫെനി ബുധനാഴ്ച രാത്രി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്നലെ രാവിലെ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഫെനി പോസ്റ്റ് ചെയ്തത്. അതേസമയം രാഹുൽ MLAക്കെതിരെയുള്ള കേസിൽ പരാതിക്കാരി അധിക്ഷേപിച്ചു എന്ന പേരിൽ തനിക്കെതിരെ കേസെടുത്തെന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നുവെന്നും പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് ഗുരുതരമായ കുറ്റമാണെന്ന് തനിക്കറിയാം, താൻ ഒരു രീതിയിലും അത് ചെയ്തിട്ടില്ല എന്നും ഫെനി നൈനാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു. പ്രത്യേകിച്ച് അതിജീവിതയുമായുള്ള ചാറ്റുകൾ പങ്കുവച്ചു. പക്ഷെ അതിജീവിത ഐഡന്റിറ്റി പുറത്തുവിടുന്ന രീതിയിൽ താനൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചിട്ടില്ല എന്ന അടിക്കുറിപ്പോടെയാണ് ആ ചാറ്റുകൾ പുറത്തുവിട്ടത്. പക്ഷേ പിന്നീട് കേസെടുത്തു എന്ന് അറിഞ്ഞപ്പോഴായിരുന്നു ഫെനി നൈനാൻ്റെ പ്രതികരണം. താൻ ഒരു രീതിയിലും അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്തു വിടുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ചാറ്റ് പുറത്തുവിട്ടതിനാണ് കേസെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ കുറേ ചാറ്റുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നല്ലോ, അവർക്കെതിരെ എന്താണ് കേസെടുക്കാത്തത്? ഏതായാലും കേസിനെ നിയമപരമായി നേരിടും. ഈ വിഷയത്തിൽ നിയമലംഘനം നടത്തിയിട്ടില്ല എന്ന ബോധ്യമുണ്ട്. പ്രതികാര ബോധ്യത്തിൻ്റെ ഭാഗമായി എന്നെ വേട്ടയാടാൻ നിങ്ങൾക്ക് പറ്റും, പക്ഷേ എല്ലാത്തിനും മുകളിൽ കോടതിയുണ്ട്, അവിടെ സത്യം ബോധിപ്പിക്കും. FIR കിട്ടുന്ന സമയത്ത് തന്നെ അതിൻ്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും. പക്ഷേ
നിങ്ങൾ എത്ര കേസെടുത്താലും ഞാൻ എൻ്റെ പോസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ കേസിൽ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ വാഹനത്തിൽ ഹോം സ്റ്റേയിൽ എത്തിച്ച് നൽകിയ എന്നെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല? രണ്ടാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ ബലാത്സംഗം ചെയ്തെന്ന് പരാതി നൽകിയ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി എന്തുകൊണ്ട് 18 മാസങ്ങൾക്ക് ശേഷം ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ്, നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നാണ് ഫെനി നൈനാൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് അത്തരത്തിലൊരു ആവശ്യം താൻ മുന്നോട്ട് വെച്ചത് എന്നാണ് അതിജീവിത കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി രംഗത്ത് വന്നത്. മാത്രമല്ല, ഫെനി നൈനാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെയൊക്കെ പങ്കുവച്ച മറ്റു ചില വിവരങ്ങൾ കൂടി. രാഹുൽ MLA വിഷയത്തിൽ തൻ്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞെന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. തുടർന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാര മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതിരുന്നപ്പോൾ ഞാനത് ഫേസ്ബുക്കിലൂടെ പൊതുവിടത്ത് പറഞ്ഞു. ഒരു കാര്യത്തിൻ്റെ രണ്ടു വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്കുള്ളത്. അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ. തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം തനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നത്, എന്നെയും എൻ്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കാമെന്ന് കരുതുന്നു. തന്നോട് സംസാരിച്ചതിൻ്റെ അവസാന കാലത്ത്, അതായത് 2 മാസം മുൻപ് രാഹുൽ MLA കാണാൻ പരാതിക്കാരി പലവട്ടം തന്നോട് അവസരം ചോദിച്ചു. പലവട്ടം ഒഴിവാക്കാൻ നോക്കി. നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അതുപോരാ, സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത കിട്ടില്ലെന്ന് അവർ പറഞ്ഞു. രാഹുൽ MLA ഫ്ലാറ്റിൽ കാണാമെന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി തന്നോട് പറഞ്ഞു. ഫ്ലാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഫ്ലാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിലൊരു ഡ്രൈവ് പോകണമെന്നും MLA ബോർഡ് വെച്ച വണ്ടി വേണ്ട, അവർ വരുന്ന വണ്ടി മതിയെന്നും അവർ തന്നോട് പറഞ്ഞു. 2024 ഏപ്രിൽ ബലാത്സംഗം ചെയ്തു എന്ന് അവർ പറയുന്ന ആളിനെ 2025 ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ്, നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്നത് കൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞത്. 2024 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി ഞാൻ ആ സ്ക്രീൻഷോട്ടുകളിലൂടെ പങ്കുവയ്ക്കുകയാണ്. സ്ക്രീൻഷോട്ടുകളിലോ എഴുത്തിലോ കേസിലെ പരാതിക്കാരിയുടെ പേരോ ചിത്രമോ മേൽവിലാസമോ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ്സേജോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാകുന്നുവെന്നും ഫെനി നൈനാൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മാത്രമല്ല, ഈ കേസിലെ പരാതിക്കാരി പറയുന്ന അല്ലെങ്കിൽ ഫെനി നൈനാൻ പങ്കുവച്ച വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി പറഞ്ഞ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയത് ഓഡിയോ പുറത്തു വന്നിരുന്ന അതിൽ പറയുന്നത്, താൻ പാലക്കാട് പോയത് രാഹുൽ പറഞ്ഞിട്ടാണ്, പലതവണ വിളിച്ചിട്ട് രാഹുൽ ഫോൺ എടുത്തില്ല, കൂടെയുള്ളവരാണ് ഫോൺ എടുത്തത്, പാലക്കാട് എത്തിയപ്പോൾ പല സ്ഥലങ്ങളും കാത്തു നിൽക്കാൻ പറഞ്ഞെങ്കിൽ രാഹുൽ എത്തിയില്ല, വട്ടം കറക്കുകയാണെന്ന് മനസ്സിലായപ്പോഴാണ് എല്ലാം തുറന്നു പറയാൻ താൻ തീരുമാനിച്ചത്. ചാറ്റിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ഫെനി പുറത്തു തന്നെ അപമാനിക്കാനാണ്. ഇതുകൊണ്ടൊന്നും പേടിക്കില്ലെന്നും ആദ്യം തന്നെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ പല പെൺകുട്ടികളും രക്ഷപ്പെട്ടേനെന്നും അതിജീവിത പറയുന്നുണ്ട്. മാത്രമല്ല, അതിജീവിത അന്വേഷണ സംഘത്തിന് നൽകിയ പരാതിയിൽ ഫെന്നിയുടെ പേരും ഉണ്ടായിരുന്നു. ചൂരൽമല മുണ്ടക്കൈ ഫണ്ട് സമാഹരണത്തിനുള്ള ലക്കി ഡ്രോയിലേക്ക് ഫെന്നിയുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയെന്നും ഫെന്നിയുമായുള്ള സംഭാഷണങ്ങളിൽ പലതവണ ഇയാൾ രാഹുലിനെ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ടെന്നും പരാതിയിലുണ്ട്. ഈ പീഡനം ഉണ്ടായതിനു ശേഷവും രാഹുൽ സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്നും നാട്ടിലെത്തിയ ശേഷം പലതവണ നേരിൽ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചതായും യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. യുവതി അറിയാമെന്നും രാഹുൽ അവരെ പീഡിപ്പിച്ചെന്ന വിവരം അതിശയമായി തോന്നിയെന്നും ഫെനി ബുധനാഴ്ച രാത്രി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഫെനി പോസ്റ്റ് ചെയ്തത്. എന്തായാലും അതിനൊരു വ്യക്തത വരുത്തി അതിജീവിതയും രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സങ്കീർണതകൾ ഈ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും കോടതിയിൽ കാര്യങ്ങളെത്തും. ഇന്ന് രാഹുൽ മങ്കൂട്ടത്തിലെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. റിമാൻഡ് കാലാവധി കൂട്ടിയിരിക്കുകയാണ്. ജയിലിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തെളിവെടുപ്പ് നടന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.